നമുക്ക് എന്ത് റിസൾട്ട് എന്നാലും കുഴപ്പമില്ല. നമ്മൾ പടക്കം പൊട്ടിച്ച് ലഡു നിന്ന് ആഘോഷിക്കൂട്ടാ. ഇപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷയാന്റെ സ്കൂളിലാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നാണ് നമ്മൾ റിസൾട്ട് വരുന്ന ദിവസം. നമ്മളെ പേടിച്ച് നിൽക്കുന്നുണ്ട്. കാലൊക്കെ വരുന്ന നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് കാത്തിരിക്കുക. ഷയാൻ അപ്പോൾ യൂണിഫോമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഷയാൻ അപ്പോൾ പുതിയ റോഡ് ഹൈവേ ഓപ്പൺ ആയപ്പോൾ അപ്പോൾ നമ്മളെ ഈ റോഡൊക്കെ ഫുള്ള് കാലിയാട്ടാ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവുന്ന റോഡാട്ടാ. നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലാമാൾക്ക് പുത്തനത്താട് ജംഗ്ഷൻ എത്തി. ഗൈസ് അപ്പോൾ നമ്മളെ മാളെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെ ഹലാമാളെത്തിയിട്ടുണ്ട്. നമുക്ക് എന്ത് റിസൾട്ട് എന്നാലും കുഴപ്പമില്ല. നമ്മൾ പടക്കം പൊട്ടിച്ച് ലഡു നിന്ന് ആഘോഷിക്കൂട്ടാ. അപ്പോൾ എന്ത് റിസൾട്ട് ഇല്ലേ ഷാന പൊട്ടിയാലും കുഴപ്പമില്ല. ഇനി സെറ്റാക്കണ്ട. ഇപ്പോൾ നമ്മൾ ഹലാമാളെത്തിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ കയറി വെക്കാം. നമ്മളിവിടെ ലഡു വാങ്ങാൻ വന്നതാട്ടാ. പടക്കം നമുക്ക് പടക്കക്കട ഇനി 11:30 തുറക്കുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 11 ആയിട്ടുണ്ട്. നമുക്ക് ഇനി നാളെ ഹലാമാൾ പോയേക്കാം. ഷാൻ ഈ കാണുന്നതാണ് നമ്മളെ ഫനൂട്ട്. മികച്ച ഫുട്ബോൾ താരമാണ് ഈ പോണത്. ഇന്ത്യയുടെ ഭാവി അല്ലേ ഫനോ? നമ്മൾ ഇന്ത്യയുടെ ഭാവിയായിട്ട് ഈ കാണുന്നത്. പപ്പ പോവുണ്ട്. പപ്പ റിസൾട്ട് കുഴപ്പമില്ല. പടക്കം പൊട്ടിക്കൂല എന്തായാലും. ഇപ്പോൾ നമ്മള് മാളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷയാനെ കാണാൻ ചേട്ടാ. ചെക്കൻ മുങ്ങിക്കണേ. നമുക്ക് പോയേക്കാം. അവസാനം അവനെ കിട്ടി. കറങ്ങി നടക്കണോ? എവിടെ ഇരുന്ന് തന്നെ ഞങ്ങള് കൊറേ തെരഞ്ഞു നോക്കിയല്ലോ. ഈ എവിടെ ഇരുന്ന ഈ എവിടേക്കാ പോയത്? എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒക്കെ എടുത്ത് ബാസ്ക്കറ്റിലാക്കി കേട്ടോ. എന്താണ് എനിക്ക് വേണ്ടത് ഇവിടുന്ന്? മിൽക്ക് വേണോ? പിന്നെന്താ വേണ്ട? ഇവിടെ ലസ്സി ഉണ്ട് കേട്ടോ. നമുക്ക് ഏതൊക്കെ ഉണ്ട് നോക്കാം. സംഭാരം ഇതേതോ? ഇത് 2 മാംഗോ ഉണ്ട് കേട്ടോ. മിൽമെൻ്റെ എടുത്തോ. ഇതെടുത്തോ. അറിയോ? ആ മതി വേണം. നിങ്ങളെവിടെ ഇതെന്താ ഗൈസ്? ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നിൽക്കുക. ഷയാൻ Papa, I want this biscuit that is full paisa. A small price. Okay. എന്താ പറഞ്ഞേ? That is പറയ്. That is big paisa. No, that is small paisa. List 10 piece. അല്ല 7 piece. 7. You are from Nepal? Nagaland. What is your name? Cecilia. Good name. 7 piece. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെ റിസൾട്ട് വരുന്നത് 5 മണി അല്ല 3 മണിക്കാണ്. അപ്പോൾ നമ്മളിന്ന് 4 മണിക്ക് ഇവിടേക്ക് പോകുന്നുണ്ട്. നമ്മൾ പാലക്കാട് വർക്കുണ്ട്. അപ്പോൾ വണ്ടിയിൽ വെച്ചാവും മിക്കവാറും റിസൾട്ട് നോക്കണേ. എല്ലാവർക്കും അറിയാം. പേടിയാവുണ്ട് കേട്ടോ. എന്ത് റിസൾട്ട് ഉണ്ടായാലും നമ്മൾ പടക്കം പൊട്ടിക്കും, കേക്ക് ഒന്നും സെറ്റാക്കും. ഇത്രേ ഉള്ളൂ. അപ്പുറത്ത് കേക്ക് ഒരു സുഖമില്ല. നമുക്ക് കേക്കിൻ്റേതായിട്ടുള്ളൊരു കടയുണ്ട്. നമ്മളെ സ്പഞ്ച് ഇട്ടാ അല്ല പറഞ്ഞോ. നമ്മളിപ്പോൾ സ്പഞ്ചിക്ക് പോകാൻ പോണേ. റോഡ് മുറിച്ച് കിടക്കുന്ന അതിസാഹസികമായ പരിപാടിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതായിട്ട് നമ്മളെ സ്പഞ്ച് സാധനങ്ങളുമായി നമ്മൾ സ്പഞ്ചിലേക്ക് പോവുകയാണ്. ഗൈസ് അപ്പോൾ നമ്മൾ സ്പഞ്ച് എത്തിയിട്ടുണ്ട്. നമ്മളെ സ്പഞ്ചിൽ പല വർണ്ണങ്ങളിലുള്ള കേക്കുകൾ കാണണ്ട. നമ്മളെ സുഹൃത്തുക്കൾ സ്പഞ്ചിൻ്റെ ഓണറാണ്. അടിപൊളി. ഇവിടെ ഒരു ഹാളൊക്കെ കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയത്.
അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രോഗ്രാം വേണമെങ്കിലും ഇവിടുന്ന് കട്ട് ചെയ്യുന്നത് അല്ലേ? ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക് കെട്ടയുള്ള ആൾട്ടാ. ഇന്നിവിടെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ ഗൈസ് അപ്പോൾ ആ കേക്ക് കെട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെ കേക്ക് പേരെഴുതാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ഗൈസ് എന്തോ മാർക്കെന്ന് അറിയാം, എന്നാലും നമുക്ക് പ്രതീക്ഷ ഒക്കെ ഉണ്ട്. കേക്ക് ഇപ്പം തന്നെ തിന്നാലോ, ആകുമ്പോൾ മാർക്ക് വരുമ്പോൾ അടിപൊളി കേക്ക് കിട്ടാ. നമുക്ക് ഇപ്പം തന്നെ തിന്നാം അല്ലേ, മാർക്ക് വരാൻ നമുക്ക് കാത്തിക്കണ്ട. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ 11 മണിക്കാണ് കേക്ക് വാങ്ങണത്. 3 മണി വരെ ഇനി കാത്തിരിക്കണം. ഇവൻ തോണ്ടുമോ നല്ലക്കാരെ തോണ്ടുമോ പൊക്കുവോ അങ്ങനെ പൊക്കിയ ചരിത്രം ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടാ. പൊക്കുവോ ഷയാനെ ഡോൺ ടച്ച് Okay. യെസ് പറയ്. ഷെഫിനൊക്കെ ബെസ്റ്റ് വിഷസ് അടിപൊളി നല്ല ഫ്യൂച്ചർ ആവട്ടെ, നല്ലൊരു സ്ഥലത്ത് +2 കിട്ടട്ടെ, ഫ്യൂച്ചർ നല്ല ബ്രൈറ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ പടക്കക്കട എത്തിയിട്ടുണ്ട്. നമുക്ക് പടക്കം വാങ്ങട്ടോ, മാലപ്പടക്കം വാങ്ങട്ടോ. അവിടെ ഉണ്ടോ? ഇതാണ് പടക്കം. ഏതാ ഉണ്ട്? ഇതാക്കണല്ലേ, ചെറിയ വലുതാക്കണല്ലേ. എന്നാ അതൊന്ന് വാങ്ങിച്ചു. അതൊന്നാങ്ങ. അപ്പോൾ ഗൈസ് അപ്പോൾ ഒരു വലിയ മാലപ്പടക്കം വാങ്ങി കുലിക്കല്ലേ നമുക്ക്. ഷയാനെ എനിക്ക് എന്നെ തീരെ വിശ്വാസമല്ല. കേക്ക് മുറിക്ക ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കോ ഈ? സത്യം പറ. വന്നിട്ട് വാങ്ങാൻ മതി. ഇപ്പൊ എന്തൊക്കെയാ വാങ്ങി? ഇപ്പൊ നമ്മള് ലസ്സി, കേക്ക്, പടക്കമൊക്കെ വാങ്ങിക്കണേ. ഗിഫ്റ്റുകള് ഒക്കെ സംഭവങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ 3 മണി. ഇപ്പൊ സമയം എത്രയായി? സമയം ഒരു 12 ആയിട്ടുണ്ടോ? 11:30 അപ്പൊ ഇനി 3 മണി വരെ വെയിറ്റിംഗിലാണ് അല്ലേ? നമുക്ക് എന്ത് റിസൾട്ട് കിട്ടിയാലും നമുക്ക് നമ്മൾ ഈ പടക്കം ഇവിടുന്ന് പൊട്ടിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ അല്ലേ? ഞങ്ങളുടെ പോണ് പൊട്ടിച്ചിട്ട് പാലക്കാടേക്ക്. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച ജുമക്കൊക്കെ പോയി നല്ല പ്രാർത്ഥിച്ചൊക്കെ ചെയ്തിട്ടാ. അപ്പൊ ഗൈസ് അപ്പോൾ നമുക്ക് 9 A+ഉം 1 A കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാത്സിൽ A കിട്ടി. അപ്പൊ നമുക്ക് പടക്കം പൊട്ടിക്കുക. എന്തായാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് 9 കിട്ടിയാൽ മതി. ഗൈസ് പൊളി പൊളി. ഗൈസ് അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകട്ടാ. ആ കാക്ക തരാട്ടാ. നമുക്ക് നോക്കാം. എന്നാ പറഞ്ഞ ആട്ട് പണുവിനൊരു വീസ് കൊടുക്കാം.